ഇവിടെയുള്ള എൻ്റെ സ്നേഹിതൻ ഫായസ് ഹാറൂൺ കാറ്ററിങ് അവരാണ് ഇത് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ പുള്ളിയാണ് ചെയ്തിട്ടുള്ളത്, അവരെങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ വളരെയധികം നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നു കഴിഞ്ഞ തവണ. കാരണം ഇവിടെ ഈ പ്രസ്റ്റീജിന് ഈ പ്രോഗ്രാം നടത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ വളരെയധികം ആളുകൾ അതുപോലെ പല ലീഡേഴ്സൊക്കെ ബന്ധപ്പെട്ടിരുന്നില്ല. അവരൊക്കെ പറഞ്ഞു പ്രസ്റ്റീജിൻ്റെ മോശമായ തന്നെ എന്താണ് ഇങ്ങനെ ഒരു ഷേപ്പിൽ ഇവിടെ ഒരു പിന്നെ പ്രസ്റ്റീജ് ഉണ്ടോയെന്ന് പോലും കഴിഞ്ഞ തവണയാണ് ആളുകൾക്ക് മനസ്സിലായത് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്. അപ്പോൾ അതുപോലെ ആ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി എന്ന് മാത്രമല്ല നമ്മളെ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള നിലയ്ക്ക് വളരെ വളരെ ഒരു മര്യാദ ഒരു പോസ്റ്റ് പോലും പോസ്റ്റിൻ്റെ ഇത് വരെ പറയുകയാണെങ്കിൽ വളരെ മര്യാദ പോസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ചെയ്ത് ഫയസ് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ ഫയസിനെ വിളിച്ചു, ഫയസിൻ്റെ കാര്യങ്ങൾ ചെയ്തു. ഞാനിതിൻ്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊന്നും ഫയസിനോട് പറഞ്ഞില്ല. ഫയസ് ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു, ഓക്കെ ചെയ്തോളാൻ പറഞ്ഞു. എന്തൊക്കെയാണ് നമുക്ക് കഴിഞ്ഞ തവണ ചെയ്ത് അതൊക്കെ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ നോക്കുന്നില്ല. കാരണം കംപ്ലീറ്റ് ടെൻഷൻ ലെസ് പരിപാടിയാണ് മൊത്തം ഫയസിനെ ചെയ്തിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും. അതിലുള്ള സന്തോഷമുണ്ട്. ആ ഒരു ഫീഡ്ബാക്ക് ജനങ്ങളുടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞപ്പോഴേ. കാരണം കഴിഞ്ഞ തവണ ഇത് കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു വളരെ നല്ല രസമുണ്ടായിരുന്നു പരിപാടി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രോഗ്രാം വളരെ ഭംഗിയായി ചെയ്യുന്നതിന് ഫയസിനെ ഇനി ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ, നല്ല രൂപത്തിലേക്ക് ഉയർന്നു വരുന്നതിന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുവാനായിട്ട് മാത്രം പ്രാർത്ഥിക്കുകയാണ്.